Hi friends, welcome to Sakshi Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പ് റെസിപ്പി ആയിട്ടാണ്. ഇത് വെയിറ്റ് ലോസിന് പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ സൂപ്പ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നെയ്യ്ക്ക് പകരമായിട്ട് ബട്ടർ ചേർക്കാവുന്നതാണ്. അതല്ലെങ്കിൽ സാധാ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കാം. ഇത് 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തതാണ്. ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. ഇതൊരു സവാളയുടെ പകുതി അരിഞ്ഞെടുത്തതാണ്. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീൻസ് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇത് 10ഓളം ബീൻസ് ആണ് അരിഞ്ഞത്. പിന്നെ ബേബി കോൺ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റ് അരിഞ്ഞത്. ഇത്രയും കൂടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ബ്രോക്കോളിയും കോളിഫ്ലവറും ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള റാഗിപ്പൊടി ഒന്ന് കലക്കിയെടുക്കണം. അതിനായിട്ട് ഈ ബൗളിലേക്ക് 3 ടേബിൾ സ്പൂണ് റാഗിപ്പൊടി ചേർക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. ഇതിൽ സാധാ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കലക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒരുപാട് വെന്ത് പോകരുത്. വെജിറ്റബിൾസിന് ഒരു ക്രഞ്ചിനെസ് ഉണ്ടാകണേ. ഇനി ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടുവേ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ അതും കൂടെ കുറച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ഞാൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സൂപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം.